ഹായ് ഓൾ. നീറ്റ് എക്സാമിന് പൊതുവേ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? ഫിസിക്സ് അല്ലേ? എന്തുകൊണ്ട് ഫിസിക്സ് ടഫസ്റ്റ് ആവുന്നു? ഫിസിക്സ് ടഫ് ആവാനുള്ള ഒരേ ഒരു റീസൺ കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് എന്ന് മാത്രമല്ല, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഏതെങ്കിലും ആയിക്കോട്ടെ, നീറ്റ്, എഞ്ചിനീയറിംഗ്, വാട്ടെവർ, ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഏതൊക്കെയാണ് ആ 4 സ്റ്റെപ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും നമുക്ക് ഈസി ആക്കാൻ നമ്മൾ 4 പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കണം. കോൺസെപ്റ്റ് ക്ലാരിറ്റി, ആക്യുറസി, സ്പീഡ് ആൻഡ് പ്രിസിഷൻ. കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്താണ്? കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്താണെന്ന് ഞാനൊരു ഉദാഹരണ സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. സോ ഫിസിക്സിലെ ഉദാഹരണങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. വാട്ടർ ബോയിൽസ് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? വെള്ളം തിളയ്ക്കുന്ന എത്ര ടെമ്പറേച്ചറിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ എന്ത് ചെയ്യും? ചാടിക്കയറി നമ്മൾ എന്ത് ചെയ്യും? ഫാൾസ് എന്ന് മാർക്ക് ചെയ്യും. ബട്ട് ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ വാട്ടർ ബോയിൽസ് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് കറക്റ്റാണ്. എവിടെ? എപ്പോൾ? നമ്മൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ, ഏകദേശം 25 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിൻറ്റ് താഴോട്ട് കുറയും അല്ലേ? ബോയിലിംഗ് പോയിൻറ്റ് കുറയും. അതേപോലെ when we go down, water boils at 230 degree Celsius. അപ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഈസ് ഓൺലി അറ്റ് സീ ലെവൽ. സീ ലെവലിൽ മാത്രമാണ് വാട്ടർ ഈസ് ബോയിലിംഗ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്താണ്? ഒറ്റ നോട്ടത്തിൽ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ആൻസർ പറയുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോൺസെപ്റ്റിൻ്റെ പിന്നിൽ ആ ഒരു ടേം, ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു വേർഡിങ്സിൻ്റെ ബാക്കിലുള്ള സ്റ്റോറിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹൗ ആൻഡ് വൈ എന്നും കൂടെ നമ്മൾ അന്വേഷിക്കുന്നിടത്താണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുന്നത്. കുറച്ചും കൂടി ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സൂര്യൻ്റെ നിറം എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് സൺ? സൂര്യൻ്റെ നിറം എന്താണ്? നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താണ്? സൂര്യൻ്റെ കളർ എന്തായിരിക്കും? ഓറഞ്ച്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ചിഷ് യെല്ലോ വരാറുണ്ട് അല്ലേ? ബട്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് സൺലൈറ്റ്? സൺലൈറ്റിൻ്റെ യഥാർത്ഥ നിറം എന്താണ്? ഇറ്റ് ഈസ് വൈറ്റ്. കാരണം നമ്മൾ പ്രസത്തിലൂടെ കടത്തി വിടുമ്പോൾ വൈറ്റ് ലൈറ്റിന് നമുക്ക് എത്രയായിട്ട് കിട്ടാറുണ്ട്? ഫിബ്ജിയോർ വരാറുണ്ട് അല്ലേ? 7 കളേഴ്സ് കിട്ടാറുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. സോ വൈറ്റ് ലൈറ്റ് ഈസ് ദ കളർ ഓഫ് സൺ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അതുപോലെ മഗപ്പ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ അതിനെ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ആൻസർ എഴുതുക. സോ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഫിസിക്സ് എന്ന് മാത്രമല്ല ഏതൊരു എക്സാമിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പോയിൻ്റാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. 2, ആക്യുറസി. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്യുറസി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം നമ്മുടെ ആൻസേഴ്സ് നമ്മൾ കറക്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് നമ്മുടെ നോളജ് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ശരിയാക്കാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു, എ എന്ന് പറയുന്ന ആക്യുറസി ആയിരുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്പീഡ് ആൻഡ് പ്രിസിഷൻ. സ്പീഡും പ്രിസിഷനും ഏകദേശം ഇൻ്റർ കണക്റ്റഡ് വേർഡ്സ് ആണ്. സ്പീഡ് ആൻഡ് പ്രിസിഷൻ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഏറ്റവും സിംപ്ലസ്റ്റ് ടെക്നിക്കാണ് ടൈം ബൗണ്ട് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യുക. നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് 30 ക്വസ്റ്റ്യൻ 30 മിനിറ്റ് എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് ഒരു എക്സാം പാറ്റേണിൽ വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ റാൻഡമായിട്ട് ഒരു ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് ചെയ്യരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? കുറച്ച് ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്താൽ 10 മിനിറ്റേ നമ്മൾ കൊടുക്കാവൂ. കാരണം നീറ്റ് എക്സാമിന് നമുക്ക് എത്ര ടൈം കിട്ടും? 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ആകെ കിട്ടുന്നത് 180 മിനിറ്റ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റേ കിട്ടുള്ളൂ. സോ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ടൈം ബൗണ്ട് ആയിട്ടെന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 30 മിനിറ്റ്സ് 30 ക്വസ്റ്റ്യൻ. സെറ്റ് എ ടൈമർ. 30 ക്വസ്റ്റ്യൻസ് എടുക്കുക. ഈ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് 20 ക്വസ്റ്റ്യനെ ശരിയാക്കാൻ പറ്റുള്ളൂ. 10 ക്വസ്റ്റ്യൻ തെറ്റാം. 10 ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ബാക്കി എത്രയുണ്ടാവും? 10 ശരിയാക്കി 20 ക്വസ്റ്റ്യൻ നമുക്ക് അപ്പോഴും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? പിന്നെ ഒരു 30 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക. ഈ 20 ക്വസ്റ്റ്യൻസ് പ്ലസ് അനദർ 10 ക്വസ്റ്റ്യൻസ് എടുക്കുക. So it again comes up to 30 questions in 30 minutes. Then what we have to do is നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ദ പ്രോസസ്. ഓവർ ദ ടൈം എന്ത് സംഭവിക്കും?
ഈ 30 ക്വസ്റ്റ്യൻസ് ഇൻ 30 മിനിറ്റ് എന്ന ടാർഗറ്റ് നമ്മൾ ഈസിലി അച്ചീവ് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും? 30 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? 40 ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്യാൻ പ്രാപ്തരാകും. ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പീഡ് ഇമ്പ്രൂവ് ആയി എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റ് നോളജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ആക്യുറസി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ എവിടെ വരുന്നത്? സ്പീഡിലേക്ക് വരുന്നത്. പിന്നെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ മറ്റ് ചില മെത്തേഡ്സും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഷോർട്ട് കട്ട് ട്രിക്സ് പഠിച്ചു വെക്കുക, ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ കോഡ്സ് പഠിച്ചു വെക്കുക. ചില മെമ്മറി കോഡ്സ് ഉണ്ടാവും, അത് വെച്ച് നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ പറയാം. കോൺസെപ്റ്റ് ക്ലാരിറ്റിയും സ്പീഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മുമ്പ് പല മത്സര പരീക്ഷകൾക്കും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് 2 ബോഡീസ് എ ആൻഡ് ബി ഓഫ് masses 60 kg and 40 kg respectively. It is kept at a height 240 meters and it is allowed to fall freely. രണ്ട് masses A and B 40 കിലോ 60 കിലോ is kept at a height 240 meters and it is allowed to fall freely. What is the ratio of the time taken? ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്, +1 ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തിയറിറ്റിക്കലി നമ്മൾ പേപ്പർ എടുത്ത് ഓൺ പേപ്പർ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ടൈം T = എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറ്റൻഡ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഇതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ബോഡി വീഴുന്ന ടൈം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, എർത്ത് നമ്മളെ എല്ലാം പുള്ളി ചെയ്യുന്നത് സെയിം ഫോഴ്സ് വെച്ചിട്ടാണ് അല്ലേ. ആക്ച്വലി നമ്മൾ മുകളിലോട്ട് എറിയുന്ന ഏതൊരു രണ്ട് ഒബ്ജക്റ്റ് ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ രണ്ട് ഒബ്ജക്റ്റും ഒരേ ടൈമിൽ തന്നെ താഴെ എത്തും, പ്രൊവൈഡഡ് ദർ ഇസ് നോ എയർ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ. അതായത് ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആനയും ഒരു പൂച്ചയും ഒരേ ഹൈറ്റിൽ നിന്ന് താഴോട്ട് ചാടിയാൽ രണ്ടും ഒരേപോലെ ഒരേ സമയത്ത് താഴെ എത്തും ഇല്ലേ. അപ്പോൾ ഈ ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ, ഇതൊരു കോൺസെപ്റ്റ് നോളജാണ്, ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ടൈം ഇസ് കോൺസ്റ്റൻറ്റ്, T1 = T2 = T, റേഷ്യോ എടുത്താലോ T/T which is 1 എന്നുള്ള ആൻസർ വളരെ സിമ്പിളായിട്ട് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെപ്റ്റ് ക്ലാരിറ്റി ആൻഡ് സ്പീഡ് ഒരുമിച്ച് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ 4 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? കോൺസെപ്റ്റ് ക്ലാരിറ്റി, ആക്യുറസി, സ്പീഡ് ആൻഡ് പ്രിസിഷൻ, CASP. ഈ 4 വേർഡ്സ് ഈ 4 ലെറ്റേഴ്സ് നമ്മുടെ മൈൻഡിൽ വെച്ചാൽ നമുക്ക് ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാം. സോ ചിൽഡ്രൻ, ഈ വരുന്ന നീറ്റ് എക്സാം മെയ് 4-നാണ്. നമുക്കറിയാം 2 മണി തൊട്ട് 5 മണി വരെയാണ് എക്സാം വരുന്നത്. എല്ലാവരും ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് 4 മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇനിയുള്ള ഒരു മാസം, ഏകദേശം 1 മാസം ഉണ്ടാവും, ഇനിയുള്ള 1 മാസം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.